പത്തനംതിട്ട മണ്ഡലത്തിൽ എംപി ഫണ്ടിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും ആന്റണിയുടെ പേര് മറയ്ക്കണമെന്ന ആവശ്യം ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. സി.കെ. അഭിലാൽ വിവരങ്ങൾ വേണ്ട. അഭിലാൽ, ഇങ്ങനെ ജനപ്രതിനിധികൾ എംപിയോ എംഎൽഎ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അവർ നിർമ്മിക്കുന്ന അവരുടെ നേതൃത്വത്തിൽ ആ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെയും പേരിടുന്നത് പലതരത്തിൽ ചർച്ചയാവുകയും അതിനെതിരെ പലരും രംഗത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആന്റണിയുടെ പേരുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദം എങ്ങനെയാണ്? എന്താണ് ഇടതുമുന്നണിയുടെ പരാതി? പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആറന്മുള നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എ പത്മകുമാർ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ ഓഫീസറായ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. അതായത് ജില്ലയുടെ ഭാഗത്തടക്കം മണ്ഡലത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി 63 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ആന്റണിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ 20 4G ടവറുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും ആന്റണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്ന് രേഖപ്പെടുത്തലുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ആന്റണിയുടെ പേര് പ്രദർശിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രദർശനം മറയ്ക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. ഒരു പക്ഷേയിൽ ഏതെങ്കിലും തരത്തിൽ ഇത് മറയ്ക്കാൻ നിയമപരമായ തടസ്സമുണ്ട് എന്ന് വരുന്ന പക്ഷം ഇടത് സ്ഥാനാർത്ഥി ആന്റണിയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പേര് കൂടി ഇത്തരം സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നുള്ള വിചിത്രമായ ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ അവർ ഉന്നയിക്കുകയാണ്. വിഷയം ഇന്ന് ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്ത് നടപടി കളക്ടർ സ്വീകരിക്കുമെന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിലൊന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. എന്തായാലും ഒരുപക്ഷെ നാളെയോ അതല്ലെങ്കിൽ അടുത്ത ദിവസമോ ഇതുമായി ബന്ധപ്പെട്ട പുതുതായി നിർമ്മിച്ചത് എപ്പോൾ പണി കഴിഞ്ഞവയാണ്? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏറെക്കാലം മുൻപായി കഴിഞ്ഞ 5 വർഷ കാലയളവിനിടയിലാണ് 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധയിടങ്ങളിലായി 63 വെയിറ്റിംഗ് ഷെഡുകൾ ആന്റണി എംപിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നുള്ള രേഖപ്പെടുത്തലുണ്ട്. അത് ഇടത് കേന്ദ്രങ്ങളെ നേരിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇടത് സ്ഥാനാർത്ഥി ചട്ടലംഘനം നടത്തുന്നു എന്നുള്ള പരാതിയുമായി UDF ജില്ലാ കളക്ടറെ സമീപിക്കുകയും ആ വിഷയത്തിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകുകയും വിശദീകരണം തേടിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള തരത്തിലാണ് പുതിയ പരാതിയുമായി LDF ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുള്ളത്. ശരി, സി.കെ. അഭിലാൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.